Hello friends, welcome to SAT, Senders Tuition Center Madathambadi and Puthamerikara. Free education to all. Please subscribe to our YouTube channel for new updated videos and also visit senderstuition.blogspot.in. നമ്മൾ SSLC Maths Revision 550 ക്വസ്റ്റ്യൻസിലെ ഡേ 1ലെ പാർട്ട് 4ലേക്ക് പോവുകയാണ്. Please visit part 1, 2, 3 before watching this video. Okay. Model question 4. SSLC March 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 546 questions. So, what is the question? The table below shows the number of students in maths club of a school, classified according to their heights. Calculate the mean height of the students. ഈ ടേബിളിൽ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്സ് ക്ലബിലെ ഒരു സ്കൂളിലെ കുട്ടികളുടെ എണ്ണമാണ്. അവരുടെ ഉയരമനുസരിച്ചാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളോട് എന്ത് കാണാൻ ചോദിച്ചിരിക്കുകയാണ്? മീൻ കാണാൻ ചോദിക്കുന്നത്. മീൻ മലയാളത്തിൽ നമ്മൾ എന്താണ്? മാധ്യം. ഓക്കെ. ഇതിനകത്ത് ഹൈറ്റ് തന്നേക്കുന്നത് ഇങ്ങനെയാണ്. 110-ന് 120 ഇടയ്ക്ക് 4 പേര്, അങ്ങനെ 150-ന് 160 ഇടയ്ക്ക് 20 പേര്, അങ്ങനെ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ആയിട്ട് സ്വന്തമായി ചെയ്ത് നോക്കണം. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 3 മാർക്കാണ് ഇനി. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഓർമ്മയുണ്ടോ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 110-ഉം 120-ഉം തമ്മിൽ കൂട്ടി അതിൻ്റെ പകുതി എടുക്കണം. 110 പ്ലസ് 120 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ എല്ലാ കോളവും ചെയ്യണം. ഓക്കെ. എന്നിട്ട് അത് ഫസ്റ്റ് കോളത്തിൽ എഴുതണം. സെക്കൻഡ് കോളത്തിൽ ഈ ഫ്രീക്വൻസികൾ പെറുക്കി എഴുതണം. തേർഡ് കോളത്തിൽ എന്താണ്? അവർ തമ്മിൽ ഗുണിച്ച് എഴുതണം. ഓക്കെ. എന്നിട്ട് സെക്കൻഡ് കോളത്തിൻ്റെ തുക എടുക്കണം, തേർഡ് കോളത്തിൻ്റെ തുക എടുക്കണം. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണേ. ഇതാണ് ടേബിൾ, 3 ടേബിൾ. അതിനകത്ത് ഈ ഫസ്റ്റ് 115 എങ്ങനെയാണ് കിട്ടുന്നത് ചോദിച്ചാൽ ഈ 110-ഉം 120-ഉം തമ്മിൽ കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. അതെവിടെ എഴുതുക? 115-ൽ എഴുതുക. 125 കിട്ടാനായിട്ട് 120-ഉം 130-ഉം കൂട്ടി ഇവിടെ അതിൻ്റെ പകുതി എടുത്ത് ഇവിടെ എഴുതുക. ഓക്കെ. അതുപോലെ 130-ഉം 140-ഉം കൂട്ടി അതിൻ്റെ പകുതി എടുത്താൽ 135 കിട്ടും. 140-ഉം 150-ഉം നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ 145 കിട്ടും. 150-ഉം 160-ഉം കൂട്ടി അതിൻ്റെ പകുതി എടുത്താൽ 155 കിട്ടും. ക്ലിയർ? ഓക്കെ. ഇനി ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പെറുക്കി എഴുതി. 4 ഇവിടെ എഴുതി, 24 ഇവിടെ എഴുതി, അങ്ങനെ 20 ലാസ്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ എക്സ് എന്നെടുക്കുക, ഇതിനെ എഫ് എന്നെടുക്കുക. ഇത് രണ്ടും കൂടി ഗുണിക്കുന്നതാണ് മൂന്നാമത്തെ കോളം, എഫ് എക്സ്. ക്ലിയർ? ഓക്കെ. നമ്മളെങ്ങനെ ഗുണിക്കും? 115 ഇൻറ്റു 4. ഇത് രണ്ടും കൂടി ഗുണിക്കുക, ഇവിടെ എഴുതുക. കണ്ടോ? 125 ഇൻറ്റു 24. ഇത് നമ്മൾ ഗുണിക്കുക, ഇപ്പുറത്ത് എഴുതുക. അങ്ങനെ ഗുണിച്ചൊക്കെ ഇവിടെ എഴുതുക. ഓക്കെ. ഇനി സെക്കൻഡ് കോളം എല്ലാം കൂടി കൂട്ടുക, അപ്പോൾ 100 കിട്ടും. തേർഡ് കോളം എല്ലാം കൂടിയും കൂട്ടുക, അപ്പോൾ 13,900 കിട്ടും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ആ തുക നമ്മളെടുത്ത് എഴുതുക. ആ തുകയിൽ ഈ എല്ലാ സെക്കൻഡ് കോളം കൂടി കൂട്ടുന്നതിന് നമ്മൾ സിഗ്മ എഫ് എന്ന് പറയും, 100. എല്ലാ തേർഡ് കോളം കൂടി എല്ലാം കൂടി കൂട്ടുന്നതിന് നമ്മൾ സിഗ്മ എഫ് എക്സ് എന്ന് പറയും. ഓക്കെ. ഇനി ഇതിനെ ഇത് വെച്ച് ഹരിച്ചാൽ മതി മീൻ കാണാൻ. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഇപ്പോൾ 13,900 ഡിവൈഡഡ് ബൈ 100. 0 വെട്ടിപ്പോയി. മീൻ എത്രയാണ്? 139 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒന്ന് മീഡിയനും ഒന്ന് മീനും. അപ്പോൾ 2 നമ്മൾ കാണാൻ പഠിച്ചു. അപ്പോൾ 4, 3, 7 മാർക്ക് ഷുവറായി. ഓക്കെ. പിന്നെ മറ്റ് പാഠഭാഗങ്ങളിലേക്ക് നമുക്ക് പോവാം. സോ വിസിറ്റ് ഡേ 1 പാർട്ട് 5 ഫോർ മോർ വീഡിയോസ്. താങ്ക് യു. Please subscribe to our YouTube channel for new updated videos. Thank you once again.